ബീബി ഖദീജനെ കെട്ട് പറഞ്ഞെന്ന് പീരിതരാജകളെമ്പാടും എത്തുന്നു. ബീബി അതൊക്കെയും തള്ളിക്കളയുന്നു. വാർത്ത കേട്ടോരെല്ലാം വിസ്മയം കൊള്ളുന്നേ. മക്കത്തിരജതി ഗുണമേറും ബമ്പത്തി ഇക്കണ്ടും കിളി പെരുത്തുള്ള ഹോജതി ഇക്കണ്ട വമ്പന്മാരൊക്കെയും വന്നില്ലേ. ഒക്കാതെ കല്യാണം തള്ളിക്കളഞ്ഞില്ലേ. ബീബി ഖദീജനെ കെട്ട് പറഞ്ഞെന്ന് പീരിതരാജകളെമ്പാടും എത്തുന്നു. ബീബി അതൊക്കെയും തള്ളിക്കളയുന്നു. വാർത്ത വിട്ടോരെല്ലാം വിസ്മയം കൊള്ളുന്നേ. ഇക്ക മുഹമ്മദ് റസൂലുള്ള പൂമുത്ത് തക്കാല ദീർഘപ്രകാശവും ദർശിച്ച് അക്കായി കൽഭകം വെച്ച മുഹബത്ത് ഇക്കുറി ബീബി ആളിറത്തിലൊതിയേ. ഇക്ക മുഹമ്മദ് റസൂലുള്ള പൂമുത്ത് തക്കാല ദീർഘപ്രകാശവും ദർശിച്ച് ഇക്കുറി ബീബി അക്കായി കൽഭകം വെച്ച മുഹബത്ത് ഇക്കുറി ബീബി ആളിറത്തിലൊതിയേ. ബീബി ഖദീജനെ കെട്ട് പറഞ്ഞെന്ന് ബീരിതരാജകളെമ്പാടും എത്തുന്നു. ബീബി അതൊക്കെയും തള്ളിക്കളയുന്നു. വാർത്ത കേട്ടോരെല്ലാം വിസ്മയം കൊള്ളുന്നു. ഇക്ക മുഹമ്മദ് റസൂലുള്ള പൂമുട്ട് കേട്ടപ്പോൾ റസൂലുള്ള കബൂലെന്ന് മൊളിയെ. ചിട്ടയിൽ നല്ല നിക്കാഹും നടന്നല്ലോ. ഒട്ടേറെ സമ്പത്തും കൊണ്ട് വന്നോരല്ലേ. ഇക്ക റസൂലുള്ള പൂമുട്ട് കേട്ടപ്പോൾ റസൂലുള്ള കബൂലെന്ന് മൊളിയെ. ചിട്ടയിൽ നല്ല നിക്കാഹും നടന്നല്ലോ. ഒട്ടേറെ സമ്പത്തും കൊണ്ട് വന്നോരല്ലേ. ഒക്കെയും ദീനിന്ന ബീബി കൊടുത്തില്ലേ. ബീബി ഖദീജനെ കെട്ടി പറഞ്ഞെന്ന് ബീരിതരാജകളെമ്പാടും എത്തുന്നു. ബീബി അതൊക്കെയും തള്ളിക്കളയുന്നു. വാർത്ത കേട്ടോരെല്ലാം വിസ്മയം കൊള്ളുന്നു. മക്കത്തിരജതി ഗുണമേറും ബമ്പത്തി ഇക്കണ്ടും കിളി പെരുത്തുള്ള ഹോജത്തി ഇക്കണ്ട വമ്പന്മാരൊക്കെയും വന്നില്ലേ. ഒക്കാതെ കല്യാണം തള്ളിക്കളഞ്ഞില്ലേ. കന്നിക്കനി മോളി കെട്ടിച്ച് കണ്ടില്ല. കണ്ണീർ കടങ്ങൾ കുതിർന്ന് പൊടിഞ്ഞല്ലോ. കണ്ണീർ കലങ്ങൾ കന്നിക്കനി മോളി കെട്ടിച്ച് കണ്ടില്ല. കണ്ണീർ കലങ്ങൾ ഉതിർന്ന് പൊടിഞ്ഞല്ലോ. മണ്ണിലേറ്റം ചരിത്രമായിട്ടെന്നെ പുന്നാര ബീബി വഫാത്തായി പോയല്ലോ. കന്നിക്കനി മോളെ കെട്ടിച്ച് കണ്ടില്ല. കണ്ണീർ കടങ്ങൾ ഉതിർന്ന് പൊഴിഞ്ഞല്ലോ. മണ്ണിലേറ്റം ചരിത്രമായിട്ടെന്നെ പുന്നാര ബീബി വഫാത്തായി പോയല്ലോ. ബീബി ഖദീജനെ കെട്ട് പറഞ്ഞെന്ന് ബീരിതരാജകളെമ്പാടും എത്തുന്നേ. ബീബി അതൊക്കെയും തള്ളിക്കളയുന്നേ. വാർത്ത കേട്ടോരെല്ലാം വിസ്മയം കൊള്ളുന്നേ. ബീബി ഖദീജനെ കെട്ട് പറഞ്ഞെന്ന് ബീരിതരാജകളെമ്പാടും എത്തുന്നേ. ബീബി അതൊക്കെയും തള്ളിക്കളയുന്നേ. വാർത്ത കേട്ടോരെല്ലാം വിസ്മയം കൊള്ളുന്നേ. മക്കത്തിരജതി ഗുണമേറും ബമ്പത്തി ഇക്കണ്ടും കിളി പെരുത്തുള്ള ഹോജത്തി ഇക്കണ്ട വമ്പന്മാരൊക്കെയും വന്നില്ലേ. ഒക്കാതെ കല്യാണം തള്ളിക്കളഞ്ഞില്ലേ. ഇത് എൻ്റെ മകൻ ഫസ്റ്റിലത്തെ മകൻ മാഷാ അല്ലാഹ് ദുആ കരുവേ. ഫസ്റ്റിലത്തെ മകൻ കമ്പ്യൂട്ടറിൽ വർക്കിംഗ് ആണ് ഇവിടെ ഉണ്ടായിനി. ഇപ്പോൾ കമ്പ്യൂട്ടർ കണ്ണൂരുള്ളത്. അപ്പോൾ അവൻ ഇൻ്റർവെല്ലിന് ഞാൻ കീബോർഡ് അടിച്ചിട്ട് മൗസ് അടിച്ചിട്ട് ക്ലിക്ക് ഇട്ടിട്ട് യൂട്യൂബിൽ പല പരിപാടി എടുക്കും. പിന്നെ വേറെ എന്തെങ്കിലും വാർത്ത അതെല്ലാം എടുക്കും. അങ്ങനെ എടുപ്പാൾ പോയപ്പോൾ സോങ് അതിലാണ് എനിക്ക് കിട്ടിയത്. കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റിൽ നിന്ന് അങ്ങനെ എവിടെപ്പാൾ പോയപ്പോൾ സ്വർഗീയ ഊറിൻ്റെ എല്ലാം സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര നല്ല മ്യൂസിക്കാണ്. നല്ല അടിച്ചിട്ടിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഹാത്തിമുൽ അത് കുറച്ച് പഠിച്ചിട്ടുണ്ട്. ഈ മിന്നാന്ന് ഇന്നലെ മൊബൈലിലാണ് ഞാൻ കമൻ്റ് ഇടാൻ തുടങ്ങിയത്.
വേറൊരു മൊബൈൽ ഉണ്ടായിന്, അതിൽ കമൻറ്റ് ഇട്ടിന്. പിന്നെ അമീർ ഖാൻ്റെ പിക്ചർ സോങ് അധികം എടുക്കലുണ്ട്, അതിൽ കമൻറ്റ് പാപ്പാക്കത്തില്ല, അതിലെല്ലാം ഞാൻ കമൻറ്റ് ഇട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായി. അത് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ് ഇടുന്നതുകൊണ്ട് അവർക്കൊക്കെ നല്ലോണം കിട്ടുന്നുണ്ട് അവാർഡും പൈസ ഒക്കെ. പിന്നെ സജിന ഇൻസ്റ്റാഗ്രാം പേര്. അപ്പോൾ സജിന സോങ് അവർ കമൻറ്റിലൊക്കെ സജിന എന്ന് തോന്നുന്നത്. അവർ സജിന സോങ് സ്പെഷ്യലാക്കി വിട്ട് ലോക്ക്ഡൗൺ AR റഹ്മാൻ്റെ മ്യൂസിക് ഇന്ത്യൻ മ്യൂസിക്കിൽ MTVയിൽ കൊടുത്തിട്ട് അവർക്ക് വലിയ എമൗണ്ടൊക്കെ കിട്ടീന്. സജിന സോങ്ങിന് അവാർഡ് എമൗണ്ടൊക്കെ കിട്ടിയത് കാണിക്കലുണ്ട്. മ്യൂസിക് പാടുന്നത് ഹിന്ദി പെൻഡിങ്ങാന്ന്, ബോളിവുഡാണ്. എന്നോട് ആദ്യമേ കയറും മാപ്പിളപ്പാട്ട് പാടാന്ന് പറഞ്ഞു. അതിലൊന്നും കയറാൻ പറ്റില്ല, ബോളിവുഡിൽ പാടണം. പക്ഷേ ഞാൻ റിയാലിറ്റിയിൽ അവർക്ക് ആദ്യം ഫുൾ ഹിന്ദി ഇംഗ്ലീഷ് തന്നെ ഇടൽ, അതൊക്കെ പാടി. പക്ഷേ റിയാലിറ്റി എടുക്കും പിന്നെ അവരെങ്ങനെയാ പറഞ്ഞിട്ട് ചലച്ചിത്ര ഗാനം ഇടുന്നുണ്ട്, മാപ്പിളപ്പാട്ട് ഇടുന്നുണ്ട്, അതൊക്കെ പാടിയിട്ടുണ്ട്, കുറച്ച് പാടിയിട്ടുണ്ട്. പിന്നെ ഹിന്ദി ഇംഗ്ലീഷ് സോങ് 2250 പാടി സോങ് ഞാൻ പാടിയിട്ടുണ്ട്. പിന്നെ ഫേസ്ബുക്കിൽ ഞാൻ ഫുൾ സോങ് പാടിയതെല്ലാം അവർ ഇന്ത്യൻ മ്യൂസിക് ഇട്ടിട്ട് ഞാൻ വെറൈറ്റി വോയിസ് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ വോയിസും മ്യൂസിക്കും ഇട്ടിട്ട് അവർ പിക്ചറിന് റെക്കോർഡാക്കിയിട്ടുണ്ട്. എന്നോട് സമ്മതം ചോദിച്ചിട്ട് ഞാൻ റെക്കോർഡാക്കിയത്. അവർ പാടുന്നതിന് റെക്കോർഡാക്കുന്നുണ്ട് ഇന്ത്യൻ മ്യൂസിക് ഇട്ടിട്ട്. പിന്നെ ഇങ്ങനെ പറയുന്ന പോലെ ഒന്നല്ല, ഞാൻ പാടുമ്പോൾ വേറെ തന്നെ ഒരു മൂവ്മെൻ്റാണ്. ആൾക്കാരുടെ മൂവ്മെൻറ്റ്സ് എന്ന് കുമാർ ഷാന് പറയാറുണ്ട്. ഹിന്ദി പിന്നിങ് താരങ്ങൾ പിക്ചർ സൽമാൻ ഖാൻ, ഷാരൂഖ് ഖാൻ അവരെല്ലാം നല്ല പ്രിൻസിപ്പാണ്. റാണി മുഖർജി, ഐശ്വര്യ റായി, അങ്ങനെ പല ആളും. പിന്നെ ഖുർആൻ ഓതലുണ്ട്. ഖുർആന പോലത്തെ മേരി ഖാനായ എന്നെപ്പറ്റി പോസിറ്റീവ് ഡയലോഗ് പറഞ്ഞത് അവർ ഇൻ്റർവ്യൂ ഉൾപ്പെടുത്തൽ. ഇൻ്റർവ്യൂവിലെല്ലാം എൻ്റെ പേര് ഉൾപ്പെടുത്താതെ പറയൂല. തരീക്കേസെന്ന് വിളിക്കാറ്. തരീക്കേസെന്ന് ബഹുമാനത്തോടെ വിളിക്കുന്നുണ്ട് ഖുർആൻ ഓതുന്നുണ്ട്. ഖുർആൻ അവരൊക്കെ റിയാലിറ്റിയിൽ ഇട്ടാൽ അർഫോട് ഓതാലോ. അപ്പോൾ ഖുർആനാണ് ഓതുന്നത്, അവർ റെക്കോർഡാക്കുന്നുണ്ട്. ആദ്യം 2018 കുതിരി പാടുന്ന ആൾ ഞാൻ നല്ല ഖുർആൻ്റെ അർത്ഥത്തോടെ എഴുതി കമൻ്റ് ഇട്ടതുകൊണ്ട് അവർ സജിദ് ലോകം സ്റ്റാർട്ടിങ് മുതൽ ലോകം അവസാനം വരെ അള്ളാഹുവിൻ്റെ കുതിരത്തിനെ പറ്റി പറയുന്നത് ഹിന്ദി സോങ് പാടിയിട്ടിട്ടുണ്ട്. അത് ഞാൻ യൂട്യൂബിൽ അതിൻ്റെ ഒരു ഭാഗം ഇൻസ്റ്റാഗ്രാമിൽ എടുത്തിട്ട് ഞാൻ മുസാഫ് വെച്ചിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അതെനിക്കിഷ്ടമാണ്, അവർക്കെല്ലാം ഇഷ്ടമാണ്. നല്ല ചീത്തയും മറ്റും മറിച്ചെന്ന് പറഞ്ഞിട്ട് ഇടാൻ പാടില്ല. അതെല്ലാം എന്ന് പറഞ്ഞാൽ തോന്നിയ വാസമൊന്നും മോശമായിട്ടൊന്നും ഇട്ടാൽ നമ്മൾ ബ്യൂട്ടിഫുൾ കമൻറ്റ് അവർക്ക് ഇട്ട് തന്നെ ചെയ്യും നല്ലോണം. പക്ഷെ ഞാനിതുവരെ പാടിയിട്ട് എനിക്കൊറ്റ മണി പോലും കിട്ടിയിട്ടില്ല, ഒന്നും ഒരു അവാർഡോ പൈസ. പാസ്സായിട്ടുണ്ടല്ലേ റിയാലിറ്റി മത്സരിച്ചിട്ട് സെമി ഫൈനലിൽ പാസ്സായിട്ടുണ്ട്, ഒന്നും തന്നിട്ടില്ല. തരുത്തവരെ കടമല്ലേ. ഞാൻ എൻ്റെ വിഷമങ്ങളെല്ലാം എഴുതിയിട്ട് കരീബാനാന്ന് എഴുതി. ഞാൻ പാവപ്പെട്ട ഞാൻ അമീറാനല്ല, കരീബാനാന്ന് എഴുതിയിട്ട് കുറേ വിട്ടിട്ടുണ്ട്. ഷാരൂഖ് ഖാനും സൽമാൻ ഖാനും അവർക്ക് എല്ലാവർക്കും അവർക്കറിയാം. അവർ കരീബാന തരീക്കേസ് എന്ന് പറയലുമുണ്ട്. എനിക്കായിട്ട് ഒരു വരുമാന മാതൃക ഒന്നുമില്ല. ഞാനിപ്പോൾ പാപ്പുക്കാൻ്റെ സോങ് കുറച്ച് നാളായിട്ട് മൊബൈലിൽ നിന്ന് എടുക്കലുണ്ട്. കമൻ്റൊന്നും ഇടാറില്ല. എനിക്ക് ജലദോഷം പിടിച്ചിട്ട് എൻ്റെ സൗണ്ടൊക്കെ എന്തൊക്കെയാണ് ആയിട്ടേ ഉള്ളത്. ജലദോഷം ചുമയൊക്കെ പിടിച്ചിട്ട് ഇന്നലെ മിന്നാന്നല്ല പാപ്പൊക്കെ പാടുമ്പോൾ അതിൽ ഹെഡ്സെറ്റ് ഇട്ടിട്ട് ഞാൻ പാടിയിട്ടുണ്ട്. അവർ അതിൽ ഗായകന്മാരും അല്ല ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ട് തന്നെ പാടുന്നവർ ഇത്രയും ഉണ്ട് ബോളിവുഡിൽ. പിന്നെ ഇങ്ങനെ ഇട്ട് ഞാൻ പാടുന്നവരും സപ്പോർട്ടും കൊടുക്കില്ല, റീൽസ് മറിക്കുന്നവരും സപ്പോർട്ടും കൊടുക്കില്ല. ഈ സപ്പോർട്ട് കൊടുത്തിട്ടൊന്നും ആരും പാടാൻ നിൽക്കില്ല. അവർക്ക് ആര് കിട്ടുന്ന അതിൻ്റെ പിന്നാലെ തന്നെ വരുന്നുണ്ട്. പിന്നെ പാടണം. ഞാൻ ബ്രേക്ക് എടുത്ത് കുറേ നാൾ പാടാൻ നിൽക്കുമ്പോൾ ഞാൻ പറയും പ്രഷർ ഓവറാകും. കബി മേരി ഖാനായ ഖുർആന പോലത്തെ മേരി ഖാനായ ഖുർആൻ ഓതലുണ്ട് റിയാലിറ്റിയിൽ. ഖുർആൻ അവരൊക്കെ ഓതുമ്പോൾ നല്ല അർപ്പോടെ ഓതി അങ്ങ് പോകാനോ. അവർ റെക്കോർഡാക്കും. ഖുർആനെ പറ്റി ഞാൻ റീൽസിൽ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഫാഷനാലിറ്റി വീഡിയോസൊക്കെ ഇടാറുണ്ട് യൂട്യൂബിൽ. പാടിയിട്ട് യൂട്യൂബിൽ ചിലട് വായാനൊക്കെ ചെയ്യും, പക്ഷെ ഞാൻ പാടിയിട്ട് തന്നെ ഇടാറുണ്ട്. ഷീല ചേച്ചി പറഞ്ഞ്
പ്രേം നസീർക്ക് ഒരിക്കൽ പോലും പാടുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഒരിക്കൽ പോലും ഞാൻ പാടുന്നത് കേട്ടിട്ടില്ല. പിന്നെ വായി ഇങ്ങനെ അയക്കാറേ ഉള്ളൂ, ഒരു സോങ് പോലും പാടിയിട്ടില്ല. നല്ല അഭിനയം. നടന്മാരെ വെച്ച് പ്രേം നസീർ ഖാനെ ഭയങ്കര ഇഷ്ടമാണ്. പാടുന്നത് കേട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഷീല ചേച്ചി കുറേ കൂടെ അഭിനയിച്ചതല്ലേ. അപ്പോൾ ബോളിവുഡും യൂട്യൂബിൽ നമുക്ക് വേണുന്നത് തരണം തന്നെയാണ് നിർബന്ധം, തരണം തന്നെയാണ് നിയമം. എൻ്റെ വീഡിയോസ് ഒരുപാടായി റിയാലിറ്റിയിൽ ഇട്ടത്. ആദ്യത്തെ ഫസ്റ്റിലത്തെ റിയാലിറ്റിയിൽ 1000-ഓളമായ സബ്സ്ക്രൈബർ ഫുഡ് റെസിപ്പികളൊക്കെ കിട്ടിന്. ഇപ്പോൾ ഫുഡ് റെസിപ്പിയിലൊന്നും ഞാൻ മെനക്കാറില്ല. എന്തിന് വെറുതെ ഇട്ടിട്ട് അവർ യൂട്യൂബിനെ ബ്ലോക്ക് ഇട്ടതെന്നോ, ആരോ ഫുൾ ബ്ലോക്ക് ഇട്ട് കഴിഞ്ഞിട്ട് എങ്ങനെയും മൊബൈൽ ഷോപ്പിൽ പോയിട്ടൊന്നും കിട്ടത്തില്ല. നിങ്ങളെ വീഡിയോസ് ഇട്ടില്ല, പുതിയ യൂട്യൂബ് വീഡിയോസ് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോൾ സെക്കൻഡിൽ രണ്ടാമതെടുത്ത യൂട്യൂബ് വീഡിയോസാണ് ഞാൻ. ഇതിൽ ഫുൾ ഇപ്പം കുറേ ഇട്ടിട്ടുണ്ട്, പലതും പല പല ചെടിയും ഗാർഡനും അതും ഇതും പോസ്റ്റായിട്ട് ഇട്ടതും. പിന്നെ ഫേസ്ബുക്കിൽ ഇഷ്ടംപോലെ, ഫേസ്ബുക്ക് ഞാൻ കരുതിക്കുട്ടി ഇപ്പം ബ്ലോക്ക് ഇട്ട്. എനിക്ക് തരാത്ത മറ്റുള്ളവർക്കെല്ലാം കൊടുത്തിട്ട് അവർ പോകേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ മനസ്സ്